ഇവിടെ മര്യാദ ഈ ഗിയറിലാണ് കയറിപ്പോണ് ഈ ഗിയറുണ്ട് ഈ ഗിയറും കൂടെ ഉണ്ട്. അപ്പൊ ആ റോഡിന്റെ അവസ്ഥ ഈ 3 ഗിയർ ഫസ്റ്റിൽ ചുമ്മാ സാധാ ഞാൻ കാല് കൊടുത്തിട്ടുള്ളൂ, ചുമ്മാ കാല് വെച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ വണ്ടി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ന കാല് കൊടുക്കണം. അപ്പൊ ഇനി ഈ ഗിയറും കൂടെ യൂസ് ചെയ്ത് ഇതും കൂടെ യൂസ് ചെയ്തിട്ടേക്കും അതിന്റെ പവർ കുഴപ്പമില്ല. അവിടെ ആനയുള്ള ഞാൻ ഇറങ്ങിയിട്ട് മാറ്റിയിട്ട് എടുത്താൽ അതിന്റെ അപ്പുറം 12 2 മണിക്കൂർ എടുക്കും. സർക്കാരിന്റെ റോഡല്ലേടാ, നിങ്ങളുടെ റോഡല്ലേ വർക്ക് ചെയ്യാൻ പറ്റും. നടുക്കൂടെ വെള്ളം ഒഴുകുന്നത്. അപ്പൊ നടുക്കൂടെ വേറെ വണ്ടി തന്നെ കണ്ടല്ലോ, നമ്മൾ കേട്ടറിയില്ല. സൈഡിൽ ഒരു ആന വല്ല ഇപ്പോഴത്തെ പറയുന്നത്. ഇങ്ങനെ ഈ പാകിസ്ഥാനെ കെട്ടിച്ചാല് വീട്ടിൽ കാരണവരാണ് രാജ്യീയത. ഇത് ഭയങ്കര പിന്നനാ. ഇത് ഇവിടെ പിന്നെ വലിയ അതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടി സംസാരിക്കാനുള്ള തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഏപ്പിക്കാരെന്ന് പറഞ്ഞാൽ വരുന്നത് ഇതൊക്കെ വേറെ ഈ വണ്ടി അങ്ങനെ ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ പേടി നിങ്ങൾക്കൊക്കെ കൈയെടുക്കാൻ തോന്നുന്നു. ഇതിലെ മുകളിലുള്ള വണ്ടി ഇപ്പൊ വേറെ ഗിയറില്ല. അവരോട് ഞാൻ പറഞ്ഞേ കേപ്പിക്കാരെന്ന് പറഞ്ഞാൽ അവിടുന്ന് വിട്ടു. മൂന്നാറിന്ന് വിട്ടേ. മൂന്നാറിന്ന് വിട്ട് ഈ 10 മൈലിൽ ഇപ്പൊ അവിടെ ഒരു വണ്ടി ഒരു ബസ്സിന്റെ കയറി ഒരു അടിമാലിന്റെ ഒരു വലിയ ഒരാളൊക്കെ കന്നകരക്കാരനെ കേട്ടോ. കന്നകരക്കാരന്റെ ഇത് ഒരു കാറടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അവരോട് ഇവരെന്ത് വണ്ടി മാറ്റില്ല കേസാക്കണമെന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ ധൃതിയാ. ഞാൻ പറഞ്ഞു ഒരാളിനോട് ഞാൻ പറഞ്ഞു എടാ നീ ഒരു പണി ചെയ്യാം. അവരപ്പോ കേസ് തീർന്നു. രണ്ടും വലിയ പുതിയ വണ്ടിയൊക്കെയാ. ഞാൻ പറഞ്ഞു നീ ഒരു പണി ചെയ്യാം. ഞാൻ മാറ്റി കാരണം ഞാൻ അവിടെ ഇറങ്ങി എന്നെ വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ കിടന്ന് ഭയങ്കര ഒറ്റപ്പാടാവുക. ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് പോകണ്ട. ഒരു പോലീസുകാരാ ഇവര് പണിയില്ല വിഷയമുണ്ട്. ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആ ഫാമിലി വന്നത്. അപ്പത്തേക്ക് ആ പുള്ളി അവനും ഇറങ്ങിയുണ്ട്. സാറെ നിന്നെ വിഷയം പറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമോ വാഴപ്പിള്ളാരെ ഞാൻ ഇവർക്കൊരു കല്ലെടുത്ത് ഇവർ വരയ്ക്കാൻ പോകുന്നില്ലോ. ഒരു കല്ലെടുത്തിട്ട് പോകും. പുള്ളി അങ്ങ് വരച്ചിട്ടു. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണേ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാമോ.
മുളക് വേണം, പേര് വേണം, എല്ലാം വേണം. ലെറ്ററൊന്നുമില്ല സാറേ, ലെറ്ററൊന്നും എടുത്തില്ല സാറേ. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ലെന്നാ ഇങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ വന്നായിരുന്നു. എന്നിട്ട് പുള്ളി അങ്ങ് പോയി തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് പോയി പറയാൻ വേണ്ടി. അപ്പം ഞാൻ ഇവരോട് ഒരു 500 അടുത്ത് പോയി. ആ പുള്ളിയുടെ പറയാൻ അടുത്ത് പോയി പൈസ മേടിച്ച് അകത്ത് കൊണ്ടു കൊടുക്കണ്ടേ. 500 അച്ഛനായാലും അവർക്ക് അതിന്റെ ഞാൻ വേറെ ഒരു അച്ഛനെ വിളിച്ചു. നമ്മുടെ സ്ഥിരം കൊടുത്ത അച്ഛനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു കേസ് ഞാൻ ചെയ്യുവാണ്. അപ്പൊ പൈസയൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കയറി പോകുന്നത്. കാരണം എന്തേലും ഫാൾട്ട് വന്നാൽ ഞാൻ അച്ഛനെ വിളിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞാണ് പറഞ്ഞോ ഇപ്പൊ ഞാൻ കുഴപ്പമില്ല. കാരണം ഇവരെങ്ങനെ എന്നോട് വിളിക്കാൻ പറഞ്ഞാൽ ചുറ്റൂലേ പിടിക്കാണോ. അല്ല കാറ്റ് പന്നി ഇഷ്ടംവരെ ഉണ്ടല്ലോ. ആന കാണുന്നുണ്ടോ? പന്നികളും കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ കുഴപ്പമില്ല. ആന വന്നാലോ കെട്ടിനകത്ത് ഇറങ്ങിയിരുന്നാലും ആനയാണല്ലോ. അതും അത് പാലമാണ്. അതും പാലമാണ്. ടെൻഷൻ ആ വീഡിയോത്ത് വന്നു ഇപ്പൊ. അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇരിക്കാറില്ല. ഞാൻ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സിഗ്നറ്റ് പറയില്ല. എഡിറ്റ് ചെയ്തോ? എടുത്തോ സിഗ്നറ്റ് എടുത്തോ. ഇവിടെ ബൈക്കിൽ ഈ ഗെല്ലിന്റെ സ്ഥലം അത് ഇതല്ലടാ ഇപ്രായമാരി കരിക്കാട് ഉണ്ടോടാ വരണുണ്ടോ? എന്നെ കൂടിക്കാൻ നോക്കിയില്ല. മഴയില്ലെങ്കിൽ രാത്രി ഇപ്പൊ തന്നെ എത്ര സമയം ടൈമിങ്ങല്ല. നിങ്ങൾ 7 മണിക്ക് ഇറങ്ങിയാൽ എനിക്കറിയുന്നല്ലേ ഞങ്ങൾ എപ്പോൾ ഇതിലേക്ക് എപ്പോൾ ഏതൊക്കെ സമയത്ത് ഈ